നിങ്ങൾ ഈ അടുത്ത് കമ്മിറ്റ് ചെയ്യാൻ പോകുന്നവരോ അതല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. കാരണം പലരും കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ ഒക്കെ ചിലപ്പോൾ പറയാറുണ്ട്, ആളുടെ സ്വഭാവം ഇങ്ങനെയാണെന്നുള്ളത് എനിക്കൊന്നും തിരിച്ചറിയാനേ പറ്റിയില്ല, ഇപ്പോഴാണ് ഈ ഒരു ടോക്സിസിറ്റി ഒക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ചില തരത്തിലുള്ളൊരു ടോക്സിസിറ്റി ഉണ്ട്. അത് നമുക്ക് പെട്ടെന്ന് നേരിട്ട് അത് ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ പ്രകടമായിട്ടത് കാണിച്ചിട്ടില്ലെങ്കിലും അത് വളരെ സൈലൻ്റ് ആയിട്ടാണ് വരിക. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് അത്തരത്തിലുള്ള നമുക്ക് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റാത്ത ചില ടോക്സിക് ബിഹേവിയർ. ഒന്നാമത്തത് ഗിൽറ്റ് മാനിപ്പുലേഷൻ എന്ന് പറയും. അതായത് അവർ നമ്മളടുത്ത് എപ്പോഴും നിരന്തരം നമ്മളിങ്ങനെ വളരെ സോഫ്റ്റായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കും, ഞാൻ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള കാര്യവും, നീ എനിക്ക് ഒരു പ്രതീക്ഷിക്കുന്ന വാല്യൂ തരുന്നില്ല എന്നുള്ള കാര്യവും, അതുപോലെ ഇത്ര ചെറിയ കാര്യം പോലും നിനക്ക് എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ആ രീതിയിലായിരിക്കും അവരുടെ സംസാരം വരിക. പക്ഷേ ഒരു ഇമോഷണലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് നമ്മളടുത്തൊരു കാര്യം ചോദിക്കണമെങ്കിൽ അവർ നേരിട്ട് പറയും, ഇന്ന കാര്യം ഒന്ന് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നീ ഒന്ന് ചെയ്യുമോ, ആ രീതിയിൽ ചോദിക്കും. പക്ഷെ ഇവരത് നേരിട്ട് ചോദിക്കാതെ നമ്മുടെ ഉള്ളിൽ നമ്മളെന്തോ അവർക്ക് ആവശ്യത്തിനുള്ള വില കൊടുക്കുന്നില്ല എന്നും അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല എന്നും നമുക്ക് അവർക്ക് വേണ്ടി നമ്മൾ ഒരു വാല്യൂ അവർക്ക് കൊടുക്കുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും ഇവരൊരു കാര്യത്തിന് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവരിക. അതായത് നമ്മൾ ഇഷ്ടത്തോടു കൂടെ ഒരാൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്, നമ്മളതിന് റെഡി ആയിട്ടും ഉണ്ടാവും, നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും. പക്ഷേ ആ കാര്യം പോലും നമ്മുടെ ഉള്ളിൽ ഒരു കുറ്റബോധത്തോടു കൂടെ, ഒരു ഗിൽറ്റോടു കൂടെ ആയിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ആ രീതിയിലേക്ക് അവരത് എത്തിക്കും. അടുത്തത് സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചില ആൾക്കാരുണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഫീൽ ചെയ്താലോ അല്ലെങ്കിൽ അവർക്ക് മെൻ്റലി അത്ര ഓക്കെ അല്ലാത്ത സമയത്ത് അവർ സൈലൻ്റ് ആയിരിക്കും. കാരണം അവർക്ക് ഓക്കെ ആവാൻ കുറച്ച് ടൈം വേണം, അതവർ പറയുകയും ചെയ്യും. നമ്മൾ അതിന് ടൈം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓക്കെ, അവർ പഴയതുപോലെ തന്നെ ആവും. പക്ഷേ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതൊരു മാനിപ്പുലേഷൻ ടെക്നിക്കാണ്, അതൊരു ടോക്സിക് ബിഹേവിയറാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ആൻസർ പറയില്ല, അല്ലെങ്കിൽ ഒരു തണുപ്പം മട്ടിലുള്ള പ്രതികരണമായിരിക്കും, നമ്മൾ ഇഗ്നോർ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ആക്ച്വലി നമ്മൾ വിചാരിക്കും, എൻ്റെ കയ്യിൽ നിന്ന് എന്താ മിസ്റ്റേക്ക് പറ്റിയത്, നമ്മൾ സ്വയം ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങും, എൻ്റെ കയ്യിൽ നിന്ന് എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടാണ് ആളിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മളൊരു സോറി എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പെരുമാറുക. അതായത് നമ്മൾ അങ്ങോട്ട് ചെന്ന് സോറി പറയും, എന്താ മിസ്റ്റേക്ക് എന്താണെന്നൊന്നും അറിയാതെ തന്നെ. അടുത്തത് ഒരു വിക്ടിംഹുഡ് പ്ലേ ചെയ്യുന്നത്. അതായത് എന്ത് സംഭവം ഉണ്ടായാലും എന്തൊക്കെ സംഭവിച്ചാലും അവരൊരു വിക്ടിമായിട്ടായിരിക്കും അവർ നമ്മളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുക. അതായത് ഇപ്പം നമുക്കൊരു കാര്യം, അവർ ചെയ്തൊരു കാര്യം നമുക്ക് ഹേർട്ടായി, അപ്പോൾ നമ്മളത് പറയുമ്പം ആ ബിഹേവിയറിന് അത് എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അയ്യോ എനിക്ക് നിങ്ങളങ്ങനെ പറഞ്ഞത് വിഷമമായി എന്ന് നമ്മൾ പോയി പറഞ്ഞാൽ പോലും അത് അവസാനം അവരുടെ അടുത്ത് നമുക്ക് സഹതാപം തോന്നുന്ന രീതിയിൽ ആ ഒരു സാഹചര്യത്തിന് അവർ വളച്ചൊടിച്ച് നമ്മുടെ തലയിലേക്ക് എത്തും. അതായത് നമ്മുടെ ഒരു ഫീലിംഗ്, നമുക്ക് ഹേർട്ടായതോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏത് രീതിയിലായാലും ആ ഒരു ഫീലിംഗ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിൽ നമ്മൾ പേടിക്കും, അല്ലെങ്കിൽ നമ്മൾ മടിക്കും. അതായത് ആ സമയത്ത് പോലും നമ്മുടെ ഫീലിങ്സ് ഒക്കെ മറന്നിട്ട് അവരെ ആശ്വസിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരത് എത്തിക്കും. അടുത്തത് നമ്മൾ അത്ര ആലോചിക്കാത്തൊരു കാര്യമാണ്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അത് ഒരു തരം ടോക്സിസിറ്റി തന്നെയാണ്. അതായത് ഇപ്പോൾ നമുക്ക് അവരൊരു കോംപ്ലിമെൻറ്റ് തരികയാണെന്ന് വിചാരിച്ചോ, അതൊരിക്കലും ഒരു ഡയറക്റ്റ് കോംപ്ലിമെൻ്റ് ആയിരിക്കില്ല. ഉദാഹരണത്തിന്, ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, സാധാരണ ഇങ്ങനെ കാണാറില്ല. ആ ഭംഗിയുണ്ടെന്നുള്ളത് പറയുന്നതിൻ്റെ കൂടെ സാധാരണ ഇങ്ങനെ കാണാറില്ല എന്നുള്ളൊരു സെൻറ്റൻസ് ഉണ്ടാവും. അതുപോലെ നീ ഇത്ര നന്നായിട്ടൊക്കെ സംസാരിക്കുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല, അതല്ലെങ്കിൽ തടി കുറച്ചപ്പോൾ ഇപ്പം നല്ല ഇതായി. അതായത് നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ കോംപ്ലിമെൻ്റ് ആയിട്ടോ തമാശയായിട്ടോ ഒക്കെ തോന്നുമെങ്കിലും നമ്മളെ സെൽഫ് എസ്റ്റീമിൻ്റെ മേലേക്കുള്ള നല്ല ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണത്. അതായത് പതുക്കെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴല്ലേ, നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന എന്ത് കാര്യത്തിലും അവരുടെ അപ്രൂവൽ വേണം എന്നുള്ള രീതിയിലേക്ക് നമ്മളെ പതുക്കെ മാറ്റിയെടുക്കുന്ന ഒരു ടൈപ്പ് ബിഹേവിയർ ആണിത്. പിന്നെ ഗ്യാസ് ലൈറ്റിങ് നമുക്കെല്ലാവർക്കും വളരെ കോമൺ ആയിട്ടുള്ളൊരു ടേമാണ്, നമ്മളെല്ലാവരും എപ്പോഴും പറയുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതെന്താണെന്നുള്ളത് നമ്മുടെ ഒരു റിയാലിറ്റി ഉണ്ടാവുമല്ലോ, അതിനെ അവർ നമ്മളെ കൊണ്ട് തന്നെ ഡൗട്ട് ചെയ്യിപ്പിക്കും. അതായത് അവർ പറഞ്ഞൊരു കാര്യം നമ്മൾ പറയും, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കും, അല്ലെങ്കിൽ നിനക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാണ്. നമ്മൾ എന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മളോടത്ത് നീ ഓവർ റിയാക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ നിനക്കെല്ലാം നെഗറ്റീവായിട്ടേ കാണുള്ളൂ, ഈ രീതിയിലൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫീലിങ്സ് എല്ലാം റോങ് ആണെന്നും നമ്മളങ്ങനെ ഫീൽ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത്, അതായത് നമ്മുടെ ഫീലിങ്സിനെ നമ്മൾ തന്നെ ക്യാൻസൽ ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് അവർ നമ്മളെ എത്തിക്കും.
അടുത്തത് നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ബിഹേവിയർ, അതായത് അവർ നല്ല ആളുകളായിട്ടായിരിക്കും നമ്മളുടെ അടുത്ത് പെരുമാറുക. അവരെപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യും, എന്തൊരാവശ്യം ഉണ്ടെങ്കിലും അവർ ഓടിയെത്തും, നമ്മൾ ഭയങ്കര കെയറിങ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ അടുത്തുനിന്ന്. അതായത് അവരുടെ കയ്യിലൊരു മിസ്റ്റേക്ക് ആണെങ്കിലോ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പം നമ്മൾ അവരുടെ കൂടെ തന്നെ നിൽക്കണം. അവിടെ നമ്മൾ റൈറ്റും റോങ്ങും നോക്കാൻ പാടില്ല. അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പെരുമാറണം. പിന്നെ നമ്മൾ ബൗണ്ടറീസ് ഒന്നും വെക്കാൻ പാടില്ല. അതായത് അവർക്ക് നമ്മളുടെ അടുത്ത് ഫുൾ ആക്സസ് ആയിരിക്കണം. അവരെന്താണോ പറയുന്നത് അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ, പക്ഷെ അവർ നമ്മളെ നന്നായിട്ട് കെയർ ചെയ്യും. പക്ഷെ അതിന് പകരം നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്നതാണ് അവിടെ ടോട്ടലി കട്ടാവുന്നത്. അതായത് ഒരാൾ റിയലി നമ്മളെ കെയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർ നമ്മുടെ ഫ്രീഡത്തിനെ കട്ട് ചെയ്യാൻ ശ്രമിക്കില്ല. പക്ഷേ ഇവിടെ നമ്മൾ ആ ഒരു കെയറും ആ ഒരു അറ്റൻഷനൊക്കെ നമ്മൾ കിട്ടുന്നതിന് പകരമായിട്ട് നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരുന്നത് നമ്മുടെ ടോട്ടൽ ഫ്രീഡം ആയിരിക്കും. ഇനി ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു യഥാർത്ഥ ഹെൽത്തി റിലേഷൻഷിപ്പിലാണെങ്കിൽ നമുക്ക് അവരുടെ ലവ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, അവർ നമ്മൾ കെയർ ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, നമ്മുടെ കാര്യത്തിൽ അവർക്ക് എത്രത്തോളം താല്പര്യമുണ്ട് ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എന്നാലും നമ്മൾ ഫ്രീ ആയിരിക്കും, നമ്മൾ ഹാപ്പി ആയിരിക്കും. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയം, അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇതുപോലെയുള്ള മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മളെപ്പോഴും ഗിൽറ്റി ആയിരിക്കും. നമുക്കെപ്പോഴും എന്തൊക്കെയോ ഡൗട്ടായിരിക്കും, നമ്മൾ ഫീലിങ്സിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഡൗട്ടായിരിക്കും, പല കാര്യങ്ങളിലും നമുക്ക് കൺഫ്യൂഷനായിരിക്കും. അതുപോലെ തന്നെ ഇമോഷണലി നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആവും, നമുക്ക് ക്ഷീണമായിരിക്കും എപ്പോഴും. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്ന് ആലോചിക്കുമ്പം നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. അതുപോലെ തന്നെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ആ ഉള്ളിൽ നിന്ന് എനർജി മൊത്തം പോയതുപോലത്തെ ഫീലായിരിക്കും. ആക്ച്വലി നമ്മൾ റിലേഷൻഷിപ്പിലാകുമ്പോൾ തിരിച്ചാണ് വേണ്ടത്. നമുക്ക് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾക്ക് ഹാപ്പിനെസ് ആണ് ഫീൽ ചെയ്യേണ്ടത്. നമുക്ക് അവരുടെ അടുത്ത് നിന്ന് കിട്ടേണ്ടത് റെസ്പെക്റ്റ് ആണ്, കെയർ ആണ്, കൺസേൺ ആണ്, കൈൻഡ്നെസ് ആണ്. പക്ഷെ ഇതൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്ന്. അപ്പം ഇങ്ങനെ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് ഫെർദർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് ശരിക്കും ഒന്ന് ആലോചിക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിൽ എഴുതുക.